നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന SFI വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ രംഗത്ത് വന്നതോടെ ചൂടുപിടിച്ച് കേരള രാഷ്ട്രീയം. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിസംബർ 16-ന് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഞാൻ എത്തുന്നുണ്ട്, നിനക്കൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോളാനാണ് ഗവർണർ തുറന്നടിച്ചത്. വെറും വാക്പോരല്ല നടക്കാൻ പോകുന്നത്, യുദ്ധമായിരിക്കും. SFI ഗവർണറെ വഴിയിൽ നേരിടുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കും? SFIക്ക് പിന്നിൽ പിണറായി വിജയനും ഗവർണർക്ക് പിന്നിൽ കേന്ദ്രവും അണിനിരന്നു കഴിഞ്ഞു. അടിപൊട്ടി ഇനി പോര് കടുക്കും. കുട്ടി സഖാക്കളെ ഇറക്കി നാറിയ രാഷ്ട്രീയം കളിച്ച പിണറായിക്ക് പുറം പൊളിയുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത്. തനിക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ നെഞ്ചു വിരിച്ചു നിന്ന് ഏറ്റെടുക്കുകയാണ് ഗവർണർ ആരിഫ് ഖാൻ. എന്നാൽ ആരെങ്കിലും ഒന്ന് വെല്ലുവിളിച്ചാൽ ക്ലിഫ് ഹൗസിൽ കയറി ഒളിക്കുന്ന പുതിയ വിജയന് ഗവർണർ ഒരു ഭീഷണിയാണെന്നാണ് ട്രോള് വരുന്നത്. സ്വപ്ന സുരേഷ് വെല്ലുവിളിച്ചിട്ടും പേടിച്ചൊളിച്ച ഇരട്ടച്ചങ്കനെ പൊങ്കാലയിടുകയാണ് സോഷ്യൽ മീഡിയ. 16-ന് കാലിക്കറ്റ് സർവകലാശാലയിൽ തീ പാറും. ഡിസംബർ 16-ന് വൈകിട്ടാണ് ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തുക. യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസം ക്യാമ്പസിൽ തങ്ങുന്ന ഗവർണർ ജില്ലയിലെ ചില സ്വകാര്യ ചടങ്ങുകളിലും 18-ന് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന സനാതന ധർമ്മ സെമിനാറിലും പങ്കെടുക്കും. 18-ന് ഉച്ചയ്ക്ക് 2:30-നാണ് സെമിനാർ. ഗവർണറുടെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. SFIയുടെ പ്രതിഷേധങ്ങൾ വരും നാളുകളിലും ഉണ്ടാകുമെന്നുറപ്പാണ്. സർവകലാശാലകളിലേക്ക് RSS നോമിനികളെ തിരികെ കയറ്റാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് SFI ആരോപിക്കുന്നു. ഡിസംബർ 16-ന് സുരക്ഷാ വീഴ്ചയുണ്ടായാൽ പോലീസിന് മുട്ടൻ പണി കിട്ടുമെന്നുറപ്പാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് പോലീസിന്റെ നീക്കം. PM ആർഷോയാണ് ഗവർണറെ വെല്ലുവിളിച്ചത്. സർവകലാശാലകളിൽ കാലുകുത്തിക്കില്ലെന്നായിരുന്നു വെല്ലുവിളി. തൊട്ടു പിന്നാലെ തന്നെ വെല്ലുവിളി ഏറ്റെടുത്ത് അദ്ദേഹം രംഗത്ത് വന്നു. ഇതോടെ പിണറായി വിജയൻ എയറിലായിട്ടുണ്ട്. ആരെങ്കിലും വെല്ലുവിളിച്ചാൽ ഓടുന്ന ഇരട്ടച്ചങ്കനെ പോലെയല്ല എല്ലാവരുമെന്നാണ് പരിഹാസം വരുന്നത്. സ്വപ്ന സുരേഷ് സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ പറഞ്ഞിട്ടും മകൾ വീണ വിജയനെ കുടഞ്ഞിട്ടും മിണ്ടാട്ടം മുട്ടിയ പിണറായി വിജയൻ തിരികെ ഒരക്ഷരം മിണ്ടിയില്ല. എന്നാൽ ഗവർണർ അങ്ങനെയല്ല. ഞാൻ വരുന്നുണ്ടടാ പിള്ളേരെ, എന്താന്ന് വെച്ചാൽ ചെയ്തോളാനാണ് തിരികെ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് ഗവർണർ SFI പോര് മൂർധന്യത്തിലെത്തുകയാണ്. സർവകലാശാലകളിൽ ആരിഫ് ഖാൻ പിടിമുറുക്കിയതോടെ CPMന് കാലിടറി. അതിന് കുട്ടി സഖാക്കളെ ഇറക്കി വിട്ടിരിക്കുകയാണ് CPM. ഗവർണർക്ക് നേരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. റോഡിൽ ഗവർണറെ തടയുന്നു, കാറിൽ അടിച്ചും പ്രതിഷേധങ്ങൾ അതിരുവിട്ടു. എന്നാൽ ഇതിലൊന്നും പതറാതെ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങി SFI കാർക്ക് നേരെ പാഞ്ഞടുത്തതോടെ കുട്ടി സഖാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഇതിന്റെ വീഡിയോ വൈറലായതും CPMന് വലിയ ക്ഷീണമായിരുന്നു. പിന്നാലെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ 16-ന് അംഗം കുറിച്ചതോടെ CPMന്റെ ഗ്യാസ് പോയിരിക്കുകയാണ്. പറഞ്ഞതിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടേക്കില്ല. കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഗവർണറെ കയറ്റില്ല എന്ന് തന്നെയാണ് SFI ഇപ്പോഴും ആവർത്തിക്കുന്നത്. എന്നാൽ പ്രതിഷേധങ്ങൾ അതിരുവിട്ടു പോകാതെ ഗവർണർക്കെതിരെ സമരങ്ങൾ നടത്താൻ CPM നേതൃത്വത്തിന്റെ അനുവാദമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സർവകലാശാലകളിലേക്ക് RSS അനുകൂലികളെ കൊണ്ടുവരാനുള്ള നീക്കം ഗവർണർ നടത്തുന്നുവെന്നാണ് SFI ആരോപിക്കുന്നത്. രാജ്ഭവന്റെ ഈ നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ SFIക്ക് സർക്കാരിന്റെ പിന്തുണയുമുണ്ട്. നിയന്ത്രണം പാലിക്കണമെന്നത് മാത്രമാണ് നിർദ്ദേശം. സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരുടെ പട്ടിക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നാണ് ആർഷോ ആവശ്യപ്പെട്ടത്. കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമാണെന്നും ആർഷോ പറഞ്ഞത്. തന്നെ വഴിയിൽ തടഞ്ഞ SFI വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കാൻ ഗവർണർ നിർദ്ദേശിച്ചത് SFIയെ ചോടിപ്പിച്ചിരുന്നു. ഗവർണർ പോകുന്ന വഴി തങ്ങൾക്കാരും ചോർത്തി തന്നിട്ടില്ല എന്ന് ആർഷോ പറഞ്ഞു. ഗവർണർക്ക് 3 വഴികളിലൂടെയേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ആ 3 വഴികളിലും SFI പ്രവർത്തകർ ഉണ്ടായിരുന്നുവെന്നും ആർഷോ വ്യക്തമാക്കി.